മൈ ഗൈസ്. അപ്പോൾ ഗൈസ്, ഇന്ന് ഞാനുള്ളത് ഹൈലൈറ്റ് മാളിലാണ്. എൻ്റെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണാം. പിന്നെ അതിലുള്ളത്ര വീഡിയോ ഒന്നും ഇതിലില്ല, കാരണം അതിൽ ഞാൻ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ഹൈലൈറ്റ് മാളിലുള്ളത് കുറച്ച് വീഡിയോസാണ്. ഹൈലൈറ്റ് മാളിൽ കണ്ടിട്ട് ഞാൻ അവിടെ ഒരു കഥൻ്റെ വീട്ടിൽ നിൽക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം രാവിലെ പോയത് ഒരു മ്യൂസിയത്തിലേക്കാണ്. ഈ മ്യൂസിയത്തിൻ്റെ പേര് എനിക്ക് എന്താണെന്ന് മറന്നുപോയി. എന്തോ പ്ലാനറ്റേറിയം എന്നാണ് ഈ ഒരു മ്യൂസിയത്തിൻ്റെ പേര്. അപ്പം അവിടെ കുറേ ഫിഷസിൻ്റെയും കണ്ടോ, കുറേ പ്ലാനറ്റേറിയം നമുക്ക് പറയുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് പ്ലാനറ്റും അതൊക്കെ പോലത്തെയാണ്. അതേപോലത്തെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഇതേപോലത്തെ ക്യൂസിൻ്റെ പോലത്തെ ഉണ്ടായിരുന്നു. നമുക്ക് 90 രൂപ കൊടുത്താൽ നമുക്കൊരു മൂണിൻ്റെ പോലത്തെ ഉള്ളിൽ കയറാം, 3Dയിലേക്ക് കയറാം. അതേപോലെ തന്നെ ഇതേപോലത്തെ കുറേ പുറത്ത് പാർക്കുണ്ട്, ആ പാർക്കിലേക്കും കയറാം. അപ്പോൾ ഇതേപോലത്തെ ക്യൂസിലേക്ക് പങ്കെടുക്കാനെല്ലാം കയറാം. 90 രൂപയ്ക്ക് ഇത് ലാഭമാണ്. ടൈം ആകുമ്പോഴേക്കും ആ മൂണിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. സോ ഇവിടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതൊക്കെ ഗെയിമിൻ്റെ സ്ഥലമാണ്. ഇതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തതല്ല. ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാനുള്ള കാര്യം മറന്നു. ഞാൻ നല്ല ആടിപ്പാടി കളിക്കായിരുന്നു. ഉമ്മാൻ്റെ ഫോൺ ഉമ്മാൻ്റെ കയ്യിലാണ്. ഉമ്മ എവിടെയോ ഉണ്ടായിരുന്നതാണ്. ഞങ്ങൾ വൈതിരിഞ്ഞ് കുറച്ച് പേര് കുറച്ച് സൈഡായി. അങ്ങനെ ഇത് ആദ്യം എടുത്തതിനോണ്ട് ബാക്കിയില്ലെങ്കിൽ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഷോർട്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇവിടെ എന്തോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അവിടെ ഇതേപോലെ ഫിഷസും ഇതേപോലത്തെ ഗെയിംസ് എന്ന് പറയുന്നത് നമ്മൾ മിറർ കാണിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. ഓരോ ഗെയിമിന് ഓരോ പ്രത്യേകതയാണ്. ഇതൊക്കെ ഇവിടുത്തെ സാധനങ്ങളൊക്കെയാണ്. ഇതിലെനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരു മിററിൻ്റെ സ്ഥലമുണ്ട്, അവിടെയാണ്. അവരിപ്പോൾ ഗെയിമിൻ്റെ ഏരിയയിലാണ് ഉള്ളത്. അവരോട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം കാണിച്ചതിൻ്റെ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാതെ പറ്റത്തില്ല. ഇവിടുത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ എന്തോ ഒരു ക്യൂട്ടാണ്. ഇതൊക്കെ കുഞ്ഞാണ്. എനിക്കിഷ്ടപ്പെട്ടത് മിററിൻ്റെ സ്ഥലമാണ്. സോ ഗായ്സ്, എനിക്ക് മടി പിടിച്ച് ഇങ്ങനെ വേണ്ടിയിട്ട് ഇതേപോലത്തെ കുറേ ടാങ്ക് ഉണ്ട്. എന്തിനാണെന്നറിയില്ല, കുറേ ഗെയിംസ് ഇങ്ങനെ വർക്കായിക്കൊണ്ടിരുന്നില്ല. ഒരു ബട്ടൺ ഞെക്കിയാൽ അതെന്താ നടക്കുന്നത് നമുക്ക് കാണാം. ആ ഒരു ബട്ടൺ കണ്ടോ, അത് പ്രസ് ചെയ്താൽ എന്താ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് ചുഴലിക്കാറ്റ് എങ്ങനെ ഉണ്ടാവുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത്. കണ്ടോ, അവൾ നെക്കി കാണിച്ചിട്ടുണ്ട്. ഞാനിത് നെക്കിക്കൊണ്ടേയിരുന്നു. ഇങ്ങനെയാണ് ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നത്. സോ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് കേട്ടില്ലേ, അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് 3Dയും അതേപോലത്തെ മൂണിനുള്ളിലേക്ക് കയറിയപ്പോൾ ഉള്ള സ്ഥലം ഉണ്ടായിരുന്നില്ലേ, അവിടേക്കുള്ള ഇതാണ് അനൗൺസ്മെൻ്റാണ്. ഇത് എർത്തിൽ ചുറ്റും മൂൺ എങ്ങനെയാണ് കറങ്ങുന്നതെന്ന് കാണിച്ചു തരുന്നതാണ്. എർത്ത് ഇതിൽ കറങ്ങുന്നില്ല, പക്ഷെ മൂൺ കറങ്ങുന്നുണ്ട്. അത് പ്രസ് ചെയ്താൽ നമുക്കിതേപോലെ കറങ്ങുന്നത് കാണാം. ഇപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു ദിവസം 2 ദിവസം എന്തോ ആയിട്ടുണ്ട്, ഒരു ദിവസം ആയിട്ടുണ്ട്. സോ നല്ല മടിയുണ്ട്, കാലും കൈയൊക്കെ വയ്യ. നല്ല മഴ ഉള്ളതുകൊണ്ട് നടന്നായിരുന്നു ഫുള്ളിൽ. ഇങ്ങനെയാണ് നമ്മൾ മൂണ് എർത്തിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. കാണാൻ പറ്റും. ഇത് സണ്ണാണെന്ന് തോന്നുന്നു. ഓരോ പ്ലാനറ്റിനും വീനസ്, എനിക്ക് ഗാലക്സി, മാർസ്, വീനസ് എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓരോന്ന് പ്രസ് ചെയ്യാമെന്ന് എനിക്കത് മാറിക്കൊണ്ടേയിരിക്കും. ഇത് കോഴിക്കോട് വന്നാൽ സ്ഥിരം പോകുന്ന സ്ഥലമാണ് ഈ ടൂറിസ്റ്റുകാരെല്ലാം. പ്ലാനറ്റേറിയം എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പം നിങ്ങൾ കോഴിക്കോട് പോയാൽ മറക്കാതെ പോകണം. പിന്നെ
എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർ കോഴിക്കോട് ഉണ്ടെങ്കിൽ ഒന്ന് കൈ പൊന്തിക്കുന്നൊരു ഫോട്ടോ ഇടുക. ഇല്ലെങ്കിൽ നിങ്ങൾ പോയിട്ടില്ല എന്ന് പറയുന്ന ആൾ ഒരു സാഡിൻ്റെ ഇമോജി ഇടുക. അവിടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഹായ് ഇടുക. അപ്പോൾ ഇവിടുന്ന് ഈ സ്ഥലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയാലും നമുക്ക് ആ മൂണിൻ്റെ പോലത്തെ അതിലേക്ക് ഉള്ളിലേക്ക് കയറാം. അവിടെ മൂന്ന് പോലെ തന്നെ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ മൂണ്. കറക്റ്റ് മൂന്നിനുള്ളിൽ കയറിയ പോലെ ഉണ്ട്. മൂന്നിനുള്ളിൽ വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് ഇത്രേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, ഫുള്ള് കാണിക്കുന്നില്ല. മുകളിൽ നല്ല നക്ഷത്രമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മിഠായിത്തെരുവിലേക്ക് പോയി. അവിടുന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് അവിടെ മഴത്തുണ്ടായിരുന്നു. അതൊക്കെ നനഞ്ഞിട്ട് നേരെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടു. അവിടുന്ന് കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇതൊക്കെയാണ് വീഡിയോസ്. അവിടുന്ന് വീഡിയോസ് എടുത്തതിൻ്റെ ഇടയിലായിരുന്നു എനിക്ക് പിരാന്തെളിയത്. ഇപ്പോൾ ട്രെയിൻ വന്നു. അങ്ങനെ ട്രെയിൻ അപ്പം ഇത്ര ഉള്ളൂ.